കേരളത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജുകൾ നഷ്ടമാക്കിയതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലെ മെഡിക്കൽ കോളേജ് പദ്ധതികളും കൊല്ലം ESI ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി ഉയർത്താനുമുള്ള നീക്കമാണ് മന്ത്രിയുടെ കെടുകാര്യസ്ഥത മൂലം ഇല്ലാതായത്. എയിംസിനായി വാദിക്കുമ്പോഴാണ് കേന്ദ്രം അനുവദിച്ച പദ്ധതികൾ പോലും ഏറ്റെടുക്കാൻ സർക്കാരിന് സാധിക്കാത്തത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വലിയ വിമർശനം ഉയരുന്നത്. വിനീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനീഷ്, ഈ ബജറ്റിന് ശേഷം കേരളത്തിന് എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നത് ഇടതുമുന്നണിയും വലതുമുന്നണിയുമാണ്. നമുക്കറിയാം, എയിംസിന്റെ മാനദണ്ഡങ്ങൾ പോലും ഇവർ പാലിച്ചിരുന്നില്ല. അതിനാലാണ് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് വാരിക്കോരി നൽകുമ്പോഴും കേരളത്തിന് എയിംസ് കിട്ടാതിരുന്നത്. ഇപ്പോൾ ഇതാ മെഡിക്കൽ കോളേജ് കൂടി ഇവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നത് സംസ്ഥാനത്തിന് എയിംസ് നൽകിയില്ല എന്നതായിരുന്നു. ആ എയിംസിൻ്റെ പ്രശ്നം, അത് നൽകാത്തതിനുള്ള പ്രധാന പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന സംബന്ധിച്ചുള്ള വസ്തുതകളും പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് എയിംസിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പാലിച്ചിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് വസ്തുത. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് എയിംസ് നൽകിയില്ല എന്ന് വിലപിക്കുന്ന സംസ്ഥാന സർക്കാർ നേരത്തെ സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്രം നൽകിയ മെഡിക്കൽ കോളേജുകൾ പൂർണ്ണമായും നഷ്ടമാക്കി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 4 മെഡിക്കൽ കോളേജുകളാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നഷ്ടമാക്കിയത്. ഒന്ന് വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലേക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജുകളും ഇത്തരത്തിൽ 3 ജില്ലകളിലേക്ക്, വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലേക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജുകളും കൊല്ലം ആശ്രമം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജായി ഉയർത്താനുള്ള തീരുമാനവും നഷ്ടമായത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പരാജയം മൂലമാണെന്ന് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം, സർക്കാരിനെതിരെ വിമർശനമുയർത്തുന്ന സാഹചര്യം. ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശക്തമായ വിമർശനം ഉണ്ടാകുന്നുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിലവിൽ സംസ്ഥാനത്തിന് പരിഗണിച്ച അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നേരത്തെ കേന്ദ്ര സർക്കാർ നൽകിയ മെഡിക്കൽ കോളേജ് പോലും ഉപേക്ഷിച്ചിട്ടാണ് ഇവർ എയിംസിനായി മുറവിളി കൂട്ടുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഗൗതം. ഓക്കെ വിനീഷ്, എന്തായാലും ഒരു ഭാഗത്ത് എയിംസ് കിട്ടിയില്ലേ എന്ന് മുറവിളി കൂട്ടുന്ന കേരളത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത എത്രത്തോളം വലുതാണെന്ന് തെളിവാക്കുന്നതാണ് മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും കൃത്യമായി കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയാണ് വലിയ വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുന്നത്. വിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.